എൻ്റെ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഷ്ടമി ദർശനം നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അഷ്ടമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഏറ്റവും ആദ്യം നമ്മുടെ കേരളക്കാർക്ക്, കേരള ജനങ്ങൾ, അതായത് ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം, അഷ്ടമി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇപ്പം ഇന്നല്ല ഞാനിപ്പോൾ എടുക്കുന്ന, ഇതൊക്കെ കഴിഞ്ഞ് ഇൻട്രോ എടുക്കുന്നത് കുറച്ച് താമസിച്ചാണ്. അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പോകേണ്ടതായിരുന്നു. അപ്പോൾ രാവിലെ 4:30 ദർശനമാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. അപ്പം അഷ്ടമി എന്ന് പറയുമ്പോൾ നോർമലായിട്ടും നമ്മൾ 4:30 ദർശനം ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ദർശനം നമുക്ക് ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ ആയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മൾ ഇപ്പം എൻട്രി എന്ന് പറയുന്നത് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്. ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇതിൽ നിന്നും ചെയ്യാൻ പറ്റും. അപ്പന ക്യൂ എന്ന് പറയുന്ന ആപ്പ്, അതിനകത്തൂടെയാണ് നമുക്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറി ലോഗിൻ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് പക്കയാക്കി കയറിയതിന് ശേഷം അതിനകത്ത് വൈക്കം മഹാദേവ ക്ഷേത്രം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോ ദിവസത്തെ ഇത്ര ഡേറ്റിലുള്ള ഏതൊക്കെ ഡേറ്റ് കയറാൻ പറ്റുന്നുള്ളതിൻ്റെ കറക്റ്റ് വരും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള അഷ്ടമി അല്ലെങ്കിൽ ദർശനം അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും വേണമെങ്കിൽ വഴിപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യിക്കാം. അപ്പം ഈ അപ്പന ചെയ്യുന്ന ആപ്പിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞത്. വേറെ ഇപ്പം ഗുരുവായൂരൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ വേറെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത്തവണ അഷ്ടമി ദർശനത്തിലാണ് പോകുന്നത്. അപ്പം വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ വീട്ടിൽ അങ്ങനെ അഷ്ടമി ദർശനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. സാധാരണ കൊറോണയുടെ മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഈ അഷ്ടമി ദർശനം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കാൻ ഇടയില്ലാത്തൊരു 2, 3, 4 യുദ്ധത്തിൻ്റെ ആളുകളാണ് അവിടെ കാണുന്നത്. അത്രയും ജനത്തിരക്കണി അഷ്ടമി ദർശനത്തിന് വേണ്ടി അതിരാവിലെ ഏറ്റവും കൂടുതൽ ആ ദിവസം മുഴുവൻ ആൾക്കാർ ഒരുപാട് കാണും. ഇത്തവണത്തെ അഷ്ടമി ദർശനം വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം കൊറോണ ടൈമിൽ എങ്ങനെയാണ് ഈ അഷ്ടമി ദർശനം നമുക്ക് അറിയത്തില്ലല്ലോ, ആരും കണ്ടിട്ടുണ്ടാവില്ല. കൊറോണ ടൈമിൽ എങ്ങനെയാണ് അമ്പലങ്ങളിൽ ദർശനങ്ങൾ നടത്തുന്നത്, എങ്ങനെയാണ് അതിൻ്റെ രീതികളും കാര്യങ്ങളൊന്നും. അപ്പോൾ അതാണ് ഇത്തവണ ഈ വീഡിയോയുടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പോകുന്ന വഴി കാര്യങ്ങളും എങ്ങനെയാണ് വൈക്കം പോകുന്നത്, ആ വഴി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും. പിന്നെ ബാക്കി അവിടെ ഞാൻ നേരെ തൊടുപുഴയ്ക്ക് പോകുന്നതാണ്. തൊടുപുഴയ്ക്ക് പോകുന്നില്ല, കുറച്ച് കാര്യം കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എൻ്റെ വീട്ടിലേക്ക് പോകും, അവിടെ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കാണിക്കുന്നത് ഡിസംബർ 8-ാം തീയതി വീഡിയോ ആണ്. 8-ാം തീയതിയിൽ അഷ്ടമി, അതായത് വൈക്കത്തെ അഷ്ടമിയുടെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ശ്രദ്ധയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. അത് എനിക്ക് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സൈഡിലുള്ള ബെൽ ഐക്കണോട് ഇനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഫ്യൂച്ചർ വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയുള്ളൂ. ഓരോ തവണയും വ്യത്യസ്തമായിട്ട് ഞാൻ വീഡിയോസ് ഇടാനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് എൻ്റെ വീഡിയോസ് വരാൻ താല്പര്യം. ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് പറഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്കൊന്ന് ഇടാൻ സാധിക്കാത്തത്. അപ്പം എന്തായാലും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒന്നുകൂടി. ഇപ്പം നമ്മൾ വൈക്കം ഭാഗത്തേക്ക് പോകുന്നു. വൈക്കം ഭാഗത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എന്നാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നെടുമ്പാശ്ശേരി നമുക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി ടു ഇടപ്പള്ളി വരിക. ഇടപ്പള്ളിയിൽ നേരെ നമ്മുടെ പ്രീമിയം ജംഗ്ഷൻ, പ്രീമിയം ജംഗ്ഷൻ്റെ അവിടെ വരിക. അവിടെ നേരെ HMT ജംഗ്ഷനിലെ HMT ജംഗ്ഷൻ വരിക. അവിടെ നിന്ന് നേരെ കുറച്ചൊരു 1-2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും അവിടുന്ന് സീപോർട്ട് എയർപോർട്ട് റോഡ് ഉണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡ് പിടിക്കുക, സ്ട്രെയിറ്റ് പോവുക, ഒന്നും നോക്കണ്ട, നേരെ വിടുക. അത് കുറച്ചേ ദൂരം പോകണം. യൂഷ്വലി നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കാര്യത്തിൽ ഇവിടെ നിന്ന് വൈക്കത്ത് പോകുന്ന കാര്യത്തിൽ ഗൂഗിൾ മാപ്പ് നമ്മൾ ശ്രദ്ധിക്കാൻ വഴിയില്ല. കാരണം കറക്റ്റ് വഴി അവർ കാണിക്കും. പിന്നെ ഈ വഴിക്ക് പോകുന്നതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ സാധാരണ പെട്രോൾ പമ്പുകൾ, നമ്മുടെ കേരള ഭാഗങ്ങളിലുള്ള പെട്രോൾ പമ്പുകൾ കൊണ്ടുവരുന്ന ഓയിൽ, അതായത് പെട്രോളും ഡീസലും അതെ HP ആണോ, ഭാരത് ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെയുള്ള ഹിന്ദുസ്ഥാൻ പെട്രോൾ, HP, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, അങ്ങനെയുള്ള എല്ലാ ഇൻഫോ പാർക്ക് ഇത് മറ്റേ ഇതല്ലേ ടെക്നോ പാർക്കിന്റെ അല്ലേ? ഇൻഫോ പാർക്ക് തന്നെ. ഇവിടെ നിന്നാണ് ഇത് ഇൻഫോ പാർക്ക് ഭാഗമായിട്ടോ കാക്കനാട് ഭാഗത്തൊക്കെയാണ് സംഭവം. ഈ പറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് വരുന്ന പെട്രോൾ കാര്യം, നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും കോട്ടയത്തൊക്കെ ആണെങ്കിലും അവിടെ കൊണ്ടുവരുന്ന പെട്രോൾ എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഭാരത് ഗ്യാസിന്റെ ഉണ്ട്, നമ്മുടെ HP-യുടെ ഉണ്ട്, ഇന്ത്യൻ ഓയിലിന്റെ ഉണ്ട്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഇതും എന്താ പറയുക, പ്രമുഖ ബ്രാൻഡുകളും, നമ്മൾ ബ്രാൻഡ് എന്നൊക്കെ പറയില്ല, അതായത് പ്രമുഖ ബ്രാൻഡുകളും നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. എറണാകുളം ഭാഗത്താണ് കൊണ്ടുവരുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ പെട്രോൾ പമ്പുകൾ കാണാം. നമുക്ക് കാക്കനാട് വണ്ടർല ഭാഗത്തേക്ക് ഇവിടുന്ന് വണ്ടിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ
പിന്നെ ഭാരത് ഗ്യാസും അതേപോലെ ഇന്ത്യൻ ഓയിലൊക്കെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ സൈഡിൽ കൂടെയാണ് റോഡ്. സോ നമ്മളിപ്പോ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ മോശമാണ്. മീൻസ് റോഡ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പാച്ച് വർക്ക് ഒക്കെ അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴിയുണ്ട്. കാരണം കണ്ടെയ്നേഴ്സ് ഒക്കെ ഒരുപാട്, ഈ പറഞ്ഞ പെട്രോളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഈ റൂട്ടില്. അപ്പം അതിന്റേതായ ഒരുപാട് വെയിറ്റ് വരുമ്പോഴത്തേക്കും എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് റോഡിൽ കൊടുത്ത് അവസാനം റോഡ് കുഴിയാൻ ചാൻസ് ഉണ്ട്. HP പെട്രോളും അല്ലേ ഇത്? ഈ ഭാഗത്ത് എവിടെയാണത്? ഇവിടെ ആയിട്ടാണോ അത്? അതിന് പുറകിലാണോ? HPCL ഇതാണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലേ? അതാണ് സംഭവം. HP സംഭവം എവിടെയാണോ? നമ്മുടെ ഒന്ന് കവർ ചെയ്ത് പോയി. അപ്പൊ നമ്മളിങ്ങനെ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പൊ സമയം എന്ന് പറയുന്നുണ്ടെങ്കിൽ 2:19 നമ്മൾ ഏകദേശം 3-3:15 ആകുമ്പോൾ നമ്മൾ ചെല്ലും. കുഴപ്പമില്ല, നമുക്ക് പതുക്കെ പോയാൽ നമുക്ക് എത്താവുന്നേ ഉള്ളൂ. വണ്ടി ട്രക്ക് ചെയ്ത് 2 സൈഡിൽ ഇഷ്ടം പോലെ ട്രക്ക് കിടക്കുന്നുണ്ട്. പെട്രോൾ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് വണ്ടി കിടപ്പുണ്ട് അവിടെ ഇവിടെ. നമ്മള് ടാങ്കർ പെട്രോൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി അങ്ങനെ പറയാം. അപ്പം ശരി, നമ്മൾ ഓൺ ദ വേ പോകുന്നു. എൻ്റെ കൂടെ അമ്മയുണ്ട്, ഞാനും അമ്മയേ ഉള്ളൂ ഇന്ന്. പപ്പയ്ക്ക് ജോലി തിരക്കുകൾ കാര്യങ്ങളുണ്ട്. ബ്രദറിനാണെങ്കിലും അവൻ്റെതായ ജോലി തിരക്കുകളുണ്ട്. ആയതിനാൽ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കണ ഞാനും അമ്മയേ ഉള്ളൂ. എന്തായാലും നേരെ ഓൺ ദ വേ ടു വൈക്കം. ഇനിയിപ്പം പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കണം. അതേ കാണിക്കാനായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഓയിൽ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഓയിൽ, എന്റെ സ്വന്തം ഇന്ത്യൻ ഓയിൽ. എനിക്കറിയാലോ, ഞാൻ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോളേ അടിക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോളാണ് മാക്സിമം. എപ്പോഴാണ് കിട്ടിയാലും ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിൽ അടിക്കാറുള്ളൂ. ഇന്ത്യൻ ഓയിൽ കിട്ടിയില്ല, അഥവാ ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്ത്യൻ ഓയിൽ ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇന്ത്യൻ ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ HP യൂസ് ചെയ്യും. ഈ 2 ഒഴികെ വേറെ പിന്നെ ഭാരത് ഗ്യാസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഭാരത് പെട്രോളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഭാരത് യൂസ് ചെയ്യാറില്ല. ഭാരത് എനിക്ക് അത്ര താല്പര്യമില്ല. സോ ഓക്കെ, അപ്പൊ നമ്മളിനി ഓൺ ദ വേ ടു വൈക്കം വയ സീപോർട്ട് എയർപോർട്ട് റോഡ്. നിലവിൽ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ശരി. അപ്പൊ നമ്മള് ഇവിടുന്ന് വൈക്കത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇങ്ങോട്ടല്ലേ? അത് തന്നെ. നമ്മളതിൽ 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ വൈക്കം മഹാദേവ ക്ഷേത്രമായി. നമ്മള് സ്ട്രെയിറ്റ് വന്ന് ഇപ്പൊ വന്നോട്ട് വന്ന മനസ്സിലായി. കലാപരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ എറണാകുളം റൂട്ടിനാണ് വന്നത്. എറണാകുളം വൈക്കം റൂട്ട് സ്റ്റേറ്റ് ഹൈവേ ആണ്. സൂപ്പർ വഴിയാണ്. ഇപ്പം പണ്ടത്തെ പോലല്ല, വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിരിക്കുന്നു. നമ്മുടെ ബസ് നേരെ പോയാൽ മതി. നേരെ ഒന്ന് പോയാൽ പരമേ നേരല്ലേ? സ്ട്രൈറ്റ് പോകുന്ന നേരെ ചെല്ലുന്നതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അത് ഇല്ല, അത് സമയമാകുമ്പോഴേ ഉള്ളൂ. ആൾക്കാരൊക്കെ മിക്കവരും വന്ന് കൊണ്ടുവന്നു. അപ്പം നമുക്ക് പോകേണ്ടത് കിഴക്കേ നടയിലായിരുന്നു. നമ്മൾ വന്നത് ഇത് വടക്കേ നടയല്ലേ? നമ്മൾ വന്നത് വടക്കേ നടയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴക്കേ നടയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പതുക്കെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നടന്നു പോവുകയാണ് എൻ്റെ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നോക്കാം.
ഏത് എൻ്റെ പേരെന്നറിയോ? അറിയില്ല. എന്നാ ഭംഗിയല്ലേ ഇരിക്കണാണ്. നമ്മുടെ ഗജ കേസരികൾ രണ്ടെണ്ണേക്കുന്നുണ്ട്. അങ്ങനെ വൈക്കത്തെ അഷ്ടമി തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തീർന്നല്ലോ പരിപാടി. എന്തായാലും സന്തോഷം. അമ്മ ഹാപ്പി അല്ലേ? ഹാപ്പി 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 ഹാപ്പി. ഇതേ പോണു. അടുത്ത പറയും ഏറ്റുവാനൊരു പോകണമെന്ന്. ശരി, ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് പതുക്കെ നോക്കാം. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്തലുകൊണ്ട് ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥനയും ദർശനമൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങും നേരെ ഇനി നാട്ടിലേക്ക് പോകണം. നാട്ടില് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകണം. അപ്പം നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. സമയം ഇപ്പോൾ 4:45 4:00. അപ്പോൾ ഇനി അതൊക്കെ തൊടുപുഴ. ഓക്കെ, അതാണ് നമ്മൾ തൊടുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരൊറ്റ വണ്ടിയില്ല, നോ ട്രാഫിക്. സമയം 5:06. ഒരു മെലഡിയൊക്കെ കേട്ട് ഇങ്ങനെ പോവാം. ഇപ്പം പെരുവ റോഡാണോ? കൂത്താട്ടുകുളം ഇവിടെ നിന്നായിരുന്നു തലയോലപ്പറമ്പ് പെരുവ റോഡ്. പെരുവ റോഡാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടെ വരെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. അതിന് വഴി അടിപൊളി വഴിയാണ്, നല്ല ടാറിങ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ശരിയല്ല, നല്ല വഴിയാണ്. ഇവിടെ നേരവേ കൂത്താട്ടുകുളം. നമുക്കിനി കൂത്താട്ടുകുളം ചെന്നിട്ട് അതിന് തൊഴിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ അങ്ങ് പോകാം. ഇതാണ് ഇവിടുത്തെ മഞ്ഞ്. ഇവിടെ നല്ല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബർ തോട്ടത്തിലാണ്. അതായത് റബ്ബർ പ്ലാന്റേഷൻ അല്ലേ, അതിൻ്റെ ഇടയിലൂടെയാണ്. നമ്മൾ ടുവേർഡ്സ് കൂത്താട്ടുകളാണ് പോകുന്നത്. തലയോലപ്പുറം കൂത്താട്ടുകുളം റോഡാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതേപോലെ കാടാണ്, പാച്ച് വർക്കുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതുണ്ട്, നല്ല കുഴികളുണ്ട്. അപ്പം വണ്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ 5-6 വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സസ്പെൻഷനും ടയറിനൊക്കെ നല്ല തീരുമാനം. അപ്പം നോക്കി കണ്ടൊക്കെ ഈ വഴിക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോവുക. കേട്ടോ, ചാടുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല പറഞ്ഞില്ലേ, ഇവിടെ ഈ മഞ്ഞുണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റബ്ബറുണ്ട്. റബ്ബറിന്റെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഇപ്പം രാവിലെ ആകുമ്പോൾ മനസ്സിലായില്ല, മോശം കാണും, അതിന് മോശം കണ്ടന്റ് കാണും. അങ്ങനെയുള്ളൊരു സംഭവമാണിത്. നമ്മളിപ്പം ഒരു വയലിൽ മൂന്നാറിൽ കൂടെ ഓടിക്കുന്നൊരു പ്രതീതി ഈ വഴിക്ക് ഒരു കാടിനകത്തൂടെ പോകുന്നൊരു പ്രതീതിയാണ് ഈ റോഡിലൂടെ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പം ശരി, ഓക്കെ. ഒന്നും കാണത്തില്ല. എന്തൊക്കെയാ കാണാം. ഇതെന്ത് മഞ്ഞാണിത്? സൂപ്പർ. ക്യാമറയിൽ കുറച്ചുകൂടെ നന്നായി ക്ലിയർ ആയിട്ട് കാണാം. ഇതിവിടെ റോഡ് ഫുള്ള് മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ്. ഒന്ന് എന്താ പറയാ, സ്പീഡിൽ പോകണ നിർവാഹമേ ഇല്ല. സ്പീഡിൽ അല്ലെങ്കിലും പോകാൻ പറ്റില്ല. റോഡും കുറച്ച് മോശമാണ്. പാച്ച് വർക്കിന്റെ കളിയാ. ഇടയ്ക്ക് നമ്മളെ കുറിച്ച് എന്താ പറയാ, നമ്മളെ ഒന്ന് വെൽക്കം ചെയ്യാൻ പാകത്തിന് 5-6 വലിയ കുഴികൾ കാണും. ഒന്നും കാണത്തില്ലല്ലോ, ഒന്നും കാണത്തില്ല. ഏതൊരു ഐഡിയക്ക് ഹൈ റേഞ്ച് ഓടിച്ചിട്ട് പരിചയത്തിലൊരു അങ്ങനെ ഒരു ഐഡിയക്ക് പോകുന്നതാണോ? അതിനേക്കാളും മഞ്ഞത് ഓടിച്ചിട്ട് ഞാൻ. പക്ഷെ പ്രതീക്ഷിതമായിട്ട് വന്നൊരു സാധനം. ഓക്കെ, ക്ലിയർ ആയി വരുന്നു. കുഴപ്പമില്ല. ഇത് നമ്മുടെ കൂത്താട്ടുകുളത്തേക്ക് റോഡ്, തലയോലപ്പുറമ്പ് കൂത്താട്ടുകുളം റോഡാണ്. രാവിലെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത്, മഴ തോർന്നിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റോഡിലൊക്കെ മഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞ് റോഡ് കാണാൻ ശ്രദ്ധിക്കില്ല, കുറച്ച് വെള്ളം വീണ് കിടക്കില്ല. അപ്പം ഇവിടെ ഇന്നലെ രാത്രി അല്ല, ഈ കുറച്ച് ഒരു 4-5 മണിക്കൂർ മുമ്പ് ഒരു മഴ പെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ ബാക്കിയുള്ള ഇതാണ് ഈ കാണുന്നത്. നമ്മളിവിടെ നിന്ന് റൈറ്റ്
തിരിയാനാണ് പറയുന്നത്. ഈ റൈറ്റ് അല്ലേ? കൂത്താട്ടുകുളം ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് റൈറ്റ് ചെയ്ത് നേരെ തൊടുപുഴ. Continue on Koothrattukkulam Vasithala Road for 7 kilometers. തൊടുപുഴ റോഡ്. ഓക്കെ, ഇനിയിപ്പം റോഡിന്റെ കണ്ടീഷനെ കുറച്ച് മാറി, അത്ര നല്ല വഴികളൊന്നും അല്ല. എന്നാലും പോയി നോക്കാം. തൊഴിൽ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കല്ലാതെ വേറെ വഴിക്ക് നമുക്ക് മൂവാറ്റുപുഴ വഴി പോകാൻ പറ്റും. കുറച്ച് മൂവാറ്റുപുഴ വഴി പോകുന്നത് നല്ല വഴിയാണ്, നല്ല കിഴക്കാൻ സൂപ്പർ റോഡാണ്. പക്ഷേ അവിടെ വരെ പോയി മൂവാറ്റുപുഴ ചെല്ലുന്ന സമയങ്ങളിൽ നമുക്ക് ഈ വഴിക്ക് തൊഴിൽ എത്താൻ പറ്റും. അതിന് വ്യത്യാസം. നമ്മുടെ തൊഴിലേക്ക് കൂത്താട്ടോടത്തുനിന്ന് തൊഴിലേക്കുള്ള റോഡാണ്. മെയിൻ റോഡല്ല. മെയിൻ റോഡാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇത് മെയിൻ റോഡല്ല, വേറെ ഒരു റൂട്ടാണ്. പക്ഷെ അന്യായ മഞ്ഞുണ്ട്. അന്യായ മഞ്ഞാൽ അന്യായ മഞ്ഞ്. വഴി നേരെ ലോക്കൽ വഴിയായത് കൊണ്ട് വഴി നേരെ വരച്ചിട്ടിട്ടില്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴി വരയ്ക്കാതിരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് റൂട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോൾ റൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും വളവ് കാണുന്നത്. അത് ഭയങ്കര എന്താ പറയുക, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഞ്ഞിലോടിച്ച് പരിചയം ഇല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഈ സമയത്ത് രാവിലെ ഇങ്ങനത്തെ മഞ്ഞിലൂടെ വരാതിരിക്കും. ഓക്കെ, മെയിൻ റോഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഉപയോഗിക്കും വരെ. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഒരിക്കലും വന്ന് ഇവിടെ വന്ന് കുത്തി കാണിക്കാൻ പോകുന്നു. ഇനി അവിടെ നിന്ന് Slide left onto State Highway 40. സ്റ്റേറ്റ് ഹൈവേ 42 കയറി പിന്നെ സ്റ്റേറ്റ് ഹൈവേ. Continue for 8 kilometers. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ 40 കൂടെയാണ് പോകുന്നത്. 40 കൂട്ടി സ്റ്റേറ്റ് ഹൈവേ 40 ഇവിടെ ഒന്ന് ചാടി. എന്നിട്ട് നേരെ നമ്മളിപ്പോൾ ഡയറക്റ്റ് തൊടുപുഴ. വഴി വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡിലൊക്കെ ഓടിക്കാം. ലവറേജ് സ്റ്റാറിംഗ് ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിനി കൂടുതൽ നോക്കുന്നില്ല. മഞ്ഞ് എന്തായാലും ഉണ്ട്. മഞ്ഞിന് ഒരു മാറ്റമില്ല. മഞ്ഞ് അവിടെ ഉള്ളതിനേക്കാളും കുറച്ച് കുറവാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റേനെ കമ്പയർ ചെയ്ത് മറ്റേ നേരത്തെ കണ്ട മഞ്ഞ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഇത് വളരെ കുറവാണ്. അത്രയില്ല. In 400 meters, turn left onto Kalapalli.